back to our YouTube channel The World of Science. ഇന്ന് നമ്മൾ വേൾഡ് ഓഫ് സയൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10th സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ളതിൻ്റെ ഫൈനൽ പാർട്ട് ആണ്. ഫൈനൽ പാർട്ടിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പറ്റിയും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പറ്റിയും ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് 5 തരത്തിലുള്ളത്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. ഇതിൽ 2 കോമ്പിനേഷൻ റിയാക്ഷനെ പറ്റിയും ഡീകമ്പോസിഷൻ റിയാക്ഷനെ പറ്റിയും നമ്മൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 3 ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പറ്റി നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് മീനിങ് സ്ഥാനമാറ്റം. ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റെല്ലാ റിയാക്ഷനെ പോലെ തന്നെയും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആക്ടിവിറ്റി 1.9. ഈ ആക്ടിവിറ്റിക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ 3 നെയിൽസ് എടുക്കുക. 3 അയൺ നെയിൽസ് എടുത്തിട്ട് അതിനെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് റബ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് A-B എന്ന് മാർക്ക് ചെയ്യാം. രണ്ടിലും 10 ml ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈച്ചിലെടുക്കാം. അതിനുശേഷം 2 അയൺ നെയിൽസ് ഒരു ത്രെഡിൽ കെട്ടിയതിന് ശേഷം ടെസ്റ്റ് ട്യൂബ് ബിയിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു 20 മിനിറ്റ് അൺഡിസ്റ്റർബ്ഡ് ആക്കിയിട്ട് വയ്ക്കാം. മറ്റൊരു നെയിൽ കമ്പാരിസണിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആഫ്റ്റർ 20 മിനിറ്റ്സിന് ശേഷം ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള അയൺ നെയിൽസ് ഒന്ന് പുറത്തേക്കെടുത്ത് മാറ്റാം. ആ സമയത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അയൺ നെയിൽ മുക്കി വെച്ച കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി, ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് എയിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അയൺ നെയിൽസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ട് വെച്ച അയൺ നെയിൽസും പുറത്തിരിക്കുന്ന അയൺ നെയിൽസും തമ്മിലുള്ള കമ്പാരിസണും ചെക്ക് ചെയ്യാം. Marked as A and B, and in each test tube pour about 10 milliliter of copper sulfate solution. Fix test tube A on the clamp stand and keep the test tube B as control sample in test tube stand. Now, take 3 iron nails and clean them by rubbing with sandpaper. Tie 2 iron nails with a thread and immerse them carefully in the copper sulfate solution in test tube A for about 20 minutes and keep the 3rd nail aside. After 20 minutes, take out the nails and keep them beside the unused clean nail. Do you observe any change? On comparing both the nails with the unused nail, you will find that the iron nails which are kept in the copper sulfate solution have developed a reddish brown layer on them. Now, take out the test tube A from the clamp stand and keep it beside test tube B for comparison. On comparing both the solutions, you will find that the original deep blue color of the copper sulfate solution has faded away. What is the reason behind these changes? When iron nails are dipped in copper sulfate solution, the iron metal reacts with copper sulfate, which results in the formation of ferrous sulfate and copper metal. In this reaction, iron being more reactive than copper displaces copper from the copper sulfate solution and forms ferrous sulfate, which fades the deep blue color of the solution. The displaced copper then deposits on the iron nails in the form of a reddish brown coating. Since in this reaction a more reactive metal iron displaces a less reactive metal copper from its compound, it's a displacement reaction. ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി
വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഈ അയൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ആവണത് എന്ന് നമുക്ക് മനസ്സിലായി. In this reaction, iron has displaced or removed another element from copper sulfate solution. This reaction is known as displacement reaction. Displacement reaction is a chemical reaction in which a more reactive element displaces a less reactive element from its compound. Both metals and non-metals take part in this displacement reaction. അതുപോലെ തന്നെ സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സിങ്ക് പ്ലസ് Zn പ്ലസ് CuSO4 ഗിവ്സ് ZnSO4 പ്ലസ് Cu. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ലെഡ് അഥവാ Pb എന്ന് നമ്മൾ കെമിക്കൽ ഫോർമുലയിൽ എഴുതുന്നത്. Pbയും കോപ്പർ ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് Pb അല്ലെങ്കിൽ ലെഡ് ക്ലോറൈഡ് പ്ലസ് Cu എന്ന റിയാക്ഷൻ നമുക്ക് കിട്ടും. ഇതിനുള്ള കാരണം സിങ്കും ലെഡൊക്കെ കോപ്പറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് പോലുള്ള കോമ്പൗണ്ട്സ് നിന്ന് കോപ്പറിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിലും ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത്. ഒരു 3 ml ഓഫ് സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കാം. അടുത്തൊരു ടെസ്റ്റ് ട്യൂബിൽ 3 ml ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും എടുക്കാം. ഇവ രണ്ടും കൂടി മിക്സ് ചെയ്യാം. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഒരു വൈറ്റ് കളർ ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് വാട്ടറിൽ ഫോം ആയിട്ടുള്ളത്. ഈ ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസിനെ പറയുന്നതാണ് precipitate. എനി റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസ് എ precipitate ക്യാൻ ബി കോൾഡ് എ precipitation റിയാക്ഷൻ. ഏതൊരു റിയാക്ഷനിലും precipitate ഫോം ആയിട്ടുണ്ടെങ്കിൽ അതിനെ precipitation റിയാക്ഷൻ എന്ന് വിളിക്കാം. സോഡിയം സൾഫേറ്റ് സൊല്യൂഷനും ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും തമ്മിലുള്ള റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. Na2SO4 aqueous plus BaCl2 aqueous gives BaSO4 solid plus 2NaCl aqueous. Sodium sulfate plus barium chloride gives barium sulfate plus sodium chloride. What causes this? The white precipitate of BaSO4 is formed by the reaction SO2-4 and Ba2. The other product formed is sodium chloride which remains in the solution. Sodium chloride ആണ് ഈ റിയാക്ഷനിൽ റിമെയിൻ ചെയ്തത്. Such reaction in which there is an exchange of ions between the reactions are called double displacement reaction. Double displacement reaction എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺസ് തമ്മിൽ എക്സ്ചേഞ്ച് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് എലമെൻസിൻ്റെയും അയൺസ് കോമ്പൗണ്ട്സിൻ്റെയും എലമെൻറ്റ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാൻ സാധിക്കും. അടുത്തത് നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷനെ പറ്റിയാണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനിലും ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റിയാണുള്ളത്. എന്താണ് ആക്ടിവിറ്റി നോക്കാം. ഹീറ്റ് ചൈന ഡിഷ് കണ്ടെയ്നിങ് 1 gram ഓഫ് കോപ്പർ പൗഡർ. 1 gram ഓഫ് കോപ്പർ പൗഡർ ഒരു ചൈന ഡിഷിൽ വെച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പർ പൗഡറിൻ്റെ സർഫേസിൽ ഒരു ബ്ലാക്ക് കോപ്പർ സെക്കൻഡ് ഓക്സൈഡ് എന്നുള്ള ഒരു സംഭവം വെച്ച് അത് കോട്ടഡ് ആവും. ഈ ബ്ലാക്ക് സബ്സ്റ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഈസ് ആഡഡ് ടു കോപ്പർ ആൻഡ് കോപ്പർ ഓക്സൈഡ് ഈസ് ഫോംഡ്. കോപ്പർ ഓക്സൈഡ് കോപ്പറിൻ്റെ കൂടെ ഓക്സിജനും കൂടി ആഡ് ആകുമ്പോൾ കോപ്പർ ഓക്സൈഡ് ഫോം ആവുകയാണ്. 2Cu plus O2 in the presence of heat 2CuO. നമുക്ക് പ്രൊഡക്റ്റായി കിട്ടിയിട്ടുള്ള CuOൻ്റെ കൂടെ അതായത് കോപ്പർ ഓക്സൈഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലാക്ക് കോട്ടിംഗ് സർഫേസ് മാറിയിട്ട് ബ്രൗൺ ആയിട്ട് മാറും. ഈ ഒരു ഉൾട്ട റിയാക്ഷൻ നടക്കുകയാണ്. അതായത് ഒരു റിവേഴ്സ് റിയാക്ഷൻ ഇവിടെ ടേക്സ് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ കോപ്പർ ഒബ്റ്റെയിൻ ചെയ്യും നമുക്ക്. അതായത് CuO plus H2 in the presence of heat Cu plus H2O. If a substance gains oxygen during a reaction, it is said to be oxidized. ഒരു സബ്സ്റ്റൻസ് ഓക്സിജൻ ഗെയിൻ ചെയ്യാണ്, ഒരു റിയാക്ഷൻ്റെ സമയത്ത് ഒരു ഓക്സിജൻ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓക്സിഡൈസ്ഡ് എന്ന് പറയും.
ഇഫ് എ സബ്സ്റ്റൻസ് ലോസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ബി റെഡ്യൂസ്ഡ്. ഒരു സബ്സ്റ്റൻസ് ഓക്സിജൻ ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ റിയാക്ഷൻ്റെ സമയത്ത് ഓക്സിജൻ ലോസ് ആവുകയാണെങ്കിൽ അതിനെ റിഡക്ഷൻ റിയാക്ഷൻ എന്നും പറയും. CuO പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് Cu പ്ലസ് H2O എന്നുള്ള റിയാക്ഷനിൽ H2 ഹൈഡ്രജൻ ഓക്സിഡൈസ് ആവുകയും ചെയ്യുന്നു. CuO അതായത് കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ് ആവുകയും ചെയ്യുന്നു. റിഡോക്സ് റിയാക്ഷന് മോർ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ZnO പ്ലസ് C gives Zn plus CO. Zinc oxide plus carbon gives zinc plus carbon oxide. In this reaction carbon is oxidized. Carbon ആണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് ആൻഡ് ZnO ഈസ് റെഡ്യൂസ്ഡ്. ZnO അതിൻ്റെ ഓക്സിജനെ വിട്ടു കൊടുക്കുകയാണ് കാർബണിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ Zn റെഡ്യൂസ് ആവുകയാണ്. അടുത്തൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് MnO2 പ്ലസ് 4HCl gives MnCl2 പ്ലസ് 2H2O പ്ലസ് Cl2. ഇവിടെ HCl ഈസ് ഓക്സിഡൈസ് ടു Cl2. HCl ഓക്സിഡൈസ് ആയിട്ട് Cl2 ആയിട്ട് മാറുകയും അതുപോലെ തന്നെ MnO റെഡ്യൂസ് ആയിട്ട് MnCl2 ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. ഈ റിയാക്ഷനുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if a substance gains oxygen or loses hydrogen during a reaction it is oxidized. If a substance loses oxygen or gains hydrogen during a reaction it is reduced. ഇനി കുറച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ എവറിഡേ ലൈഫിൽ ഓക്സിഡേഷൻ റിയാക്ഷനെ പറ്റി നോക്കാം. ഓക്സിഡേഷൻ റിയാക്ഷന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഡെയിലി ലൈഫിൽ. എക്സാമ്പിളായിട്ട് ഫോട്ടോസിന്തസിസ്, പിന്നെ സെല്ലുലാർ റെസ്പിറേഷൻ, കൊറോഷൻ, റാൻഡിസിറ്റി, അങ്ങനെ കുറേ ഉണ്ട്. ഡൈജഷൻ, റസ്റ്റ്, കമ്പഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ ആകെ 2 പഠിക്കാനുള്ളൂ. അത് 2 ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് വൺ ഈസ് കൊറോഷൻ. കൊറോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയണിൻ്റെ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഷൈനി ആയിട്ടുണ്ടാവും, ഷൈനി ആർട്ടിക്കിൾസ് ആയിരിക്കും. പക്ഷെ അത് കുറച്ച് നേരം നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ അത് ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് അതിൻ്റെ പുറത്തൊക്കെ കോട്ടിങ് വരും. ഇതിനെ പറയുന്നതാണ് റസ്റ്റിംഗ് ഓഫ് അയൺസ്. When a metal is attacked by substance around it such as moisture, acids etc. it is said to be corrode and this process is called corrosion. ചാപ്റ്റർ 3ൽ നമ്മൾ കൊറോഷനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. എവ്രി ഇയർ എല്ലാ വർഷവും നമ്മൾ എനോർമസ് എമൗണ്ട് ഓഫ് മണി ഇതിന് വേണ്ടിയിട്ട് ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള അയൺ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എനോർമസ് എമൗണ്ട് ഓഫ് മണി ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റാൻസിഡിറ്റി. റാൻസിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫാറ്റും ഓയിൽ കണ്ടെയ്നിങ് ഫുഡൊക്കെ കുറച്ച് നേരം തൊടാതെ കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ അതിൽ ചുക്കടിച്ച മണം എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുക്കടിക്കുക എന്നാണ് പറയുക ഇതിന്. പല സ്ഥലത്തും പലതായിരിക്കും ഇതിന് പറയുന്നുണ്ടാവുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. വെൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഓക്സിഡൈസ്ഡ്, ഇവയൊക്കെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡൈസ്ഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റിലൊക്കെ ഒരു ചേഞ്ച് വരും. അപ്പോൾ അതിനെയാണ് റാൻസിഡ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയും. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഫാറ്റ്സും ഓയിൽസും ഒക്കെ കണ്ടെയ്യുന്ന ഫുഡ്സിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഓക്സിഡേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ഫുഡ് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബെസ്റ്റ് മെത്തേഡാണ്. ഈ ചിപ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നിറയെ കാറ്റിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അത് ശരിക്കും കാറ്റല്ല, അതിനെയാണ് നൈട്രജൻ എന്ന് പറയാം. ഈ ചിപ്സിലൊക്കെ ഉള്ള ഫാറ്റ്സ് ഓയിൽസൊക്കെ ഓക്സിഡൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നൈട്രജനൊക്കെ ആഡ് ചെയ്യാറുണ്ട്. Cbse 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ചാനൽ വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഈ ചാനലിൽ നമുക്ക് മോട്ടിവേഷണൽ വീഡിയോസ് പോലുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇതിന് റിവിഷൻ വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് സൗമ്യ ബാല സൈനിങ് ഓഫ്. ബൈ ബൈ.